അച്ഛായിരുന്നു ഞങ്ങളൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ആളവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്രഷന്റെ രീതി എന്താ അയ്യേ ഇവളായിരുന്നോ എന്നാണ്. സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അപ്പൊ ഇത് ആരാണെന്ന് അറിയണം ഞങ്ങൾക്ക്. അച്ഛാ ഇതാരാണ്? ഇതാണ് ജിനു. അതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാനാണ് ഞാൻ. ജിനു ഇതാരാണ്? ഏതോ ഒരു കളവൻ. എവിടെ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നത്? നമ്മള് കാക്കനാട് മിണ്ടരുത്. അച്ഛൻ പറയില്ലല്ലോ. അപ്പൊ എന്തോ സ്റ്റോറി. ശരിക്കും അച്ചായൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്? ഇപ്പം എല്ലാവരും പുറമേ പറയുന്നത് എന്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര പെണ്ണുപിടിയനാ. എവിടെ പിടിച്ചതോട് പറ. പക്ഷേ വെറും പൊട്ടനാ. തളരരുത് രാമകുട്ടി, തളരരുത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും കൈയും കാണില്ല. ഞങ്ങൾ ഇന്ന് വരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. ചട്ടിയും കലൊക്കെ ആകുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. പക്ഷെ ഇത് അണ്ടാവായതുകൊണ്ട് തട്ടി കഴിഞ്ഞാൽ കുട്ടി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ. ഭയങ്കര ആളാണ്, എന്തൊക്കെയോ ആണ്, വലിയ ഗുണ്ടയാണ്, ഭയങ്കര ഈ അച്ചായന്റെ ഏറ്റവും വലിയൊരു കഴിവെന്താ? പുള്ളിക്ക് കഴിവുണ്ടോ? ഉണ്ടോ? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അച്ചായന് ഞങ്ങളൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? ഒരു സർപ്രൈസ് കൂടെ എടുത്തു. ഞങ്ങളൊരു ആളവിടെ കൊടുത്തിട്ടുണ്ട് അച്ചായനെ കാണിക്കാൻ വേണ്ടി. ആരാന്ന് എനിക്ക് മനസ്സിലായി. ആരാ? തൊപ്പി. തൊപ്പിയൊന്നല്ല. പിന്നെ തൊപ്പിനെ ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ തൊപ്പി അതിനെക്കാട്ടിയും വലിയൊരു സംഭവം ഞങ്ങളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മ ആയിരിക്കും. മമ്മ ഒന്നല്ല, ഇതാ അങ്ങോട്ട് നോക്കി. ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ എക്സ്പ്രഷന്റെ രീതി എന്താ അയ്യേ ഇവളായിരുന്നോ എന്നാണ്. ഇത് പിടിച്ചോളൂ. എന്താ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. പഴയ കാമുകന്മാരെ വല്ല പൊക്കിക്കൊണ്ടുവന്നോ എന്നൊക്കെ. സത്യം പറ, ഇത് സുഹൃത്തുക്കളെ, ഇതാണ് ജിനു. കുറച്ച് ദിവസങ്ങളായിട്ട് അച്ചായന്റെ പ്രൊഫൈലിലൊക്കെ ഉണ്ട്, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആരാണെന്ന് അറിയണം ഞങ്ങൾക്ക്, അതിന് വേണ്ടിട്ട് വിളിച്ചാണ്. അച്ഛാ ഇത് ആരാണ്? ഇതാണ് ജിനു. അതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാനാണ് ഞാൻ. അതെ ജിനു ഇതാരാണ്? ഏതോ ഒരു കളവൻ. അയ്യോ അച്ചായ, അച്ഛൻ ഇത്ര നേരം പറഞ്ഞു വെച്ചത് ഏജ് പറയുന്നത് ഞാൻ തകർന്നു പോകുന്ന. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കൂ, കിളവാന്നേ വിളിക്കൂ. കിളവാന്ന് വിളിക്കുന്ന അച്ഛന് ഇഷ്ടമാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടക്കുറവുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ജിനുവിനോട് ഇഷ്ടമാണോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? അപ്പൊ പിന്നെ ഇഷ്ടമുള്ള ആൾ വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നമ്മളിതൊക്കെ ഇങ്ങനെ വിലക്ക് എടുക്കണില്ലല്ലോ. ഇവിടെ എന്ത് വേണേ വിളിച്ചോട്ടെ. അതെ. അപ്പൊ പക്ഷെ എന്നാലും അത് ഇച്ചിരി കടുത്തു കേട്ടോ. ഞാൻ കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞു, അതിനകത്ത് എന്താ ഇത്ര തെറ്റ് അല്ലേ? അച്ഛൻ ഏജ് ഇവിടെ വെളിപ്പെടുത്താൻ വല്ല താല്പര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ല നിങ്ങൾ എന്താ അല്ല ക്യാപ്ഷൻ അച്ചായന്റെ ഏജ് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെയൊന്നുമില്ല. എൻ്റെ കൂട്ടത്തിൽ പഠിച്ച എത്രയോ പേരുണ്ട്. ഞാനിവിടെ സോഷ്യൽ മീഡിയയിൽ ഉള്ളതും എന്നെ അറിയാവുന്നവരായിട്ട് എത്രയോ പേരുണ്ട്. അവരാരെങ്കിലും ഒക്കെ ആയിട്ട് പറയുമല്ലോ, ഞാൻ ഇവിടെ എന്താ പറഞ്ഞോട്ടെ, ഞാൻ 19 വയസ്സുള്ള കളവനാണ്. അല്ല, വിളിക്കുമ്പോ ഒരു മനസ്സുഖമാണ്. അതല്ല, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടു ഇവിടെ ഇരുത്തിയിട്ട് ഒരു ഞെട്ടലില്ലെന്ന്. അല്ല, കണ്ടാ ഞെട്ടലുണ്ടാവില്ലെന്ന് എനിക്കറിയായിരുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞേ, കണ്ടപ്പോഴേ ഇനി മനസ്സിൽ വിചാരിച്ചത് അയ്യോ ഇവളായിരുന്നോ എന്നാണ്. പാവം, ഇത്രയും നിഷ്കളങ്കനായ ആ മാടപ്രാവിന്റെ മനസ്സുള്ള ഈ മനുഷ്യനെ കുറിച്ചാണ് ഇങ്ങനെ. അത് നിങ്ങൾക്ക് തോന്നുന്ന തോന്നൽ മാത്രം. അപ്പൊ എന്നെ നന്നായിട്ട് അറിയാം. നമ്മള് ഈ കുറുക്കു വഴികളൊക്കെ ആദ്യമേ ഇങ്ങനെ ചകഞ്ഞെടുക്കുമല്ലോ. ഞാൻ ജിനുവിനെ കൊണ്ട് പറയിപ്പിക്കട്ടെ. ജിനു, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാ ഇതുവരെ ബന്ധമായിട്ടില്ല. ഇത് അച്ചായൻ, നിങ്ങൾ ഈ അച്ചായൻ എന്ന് പറയുന്ന ആളിനെ ഇത് അച്ചായനാണെന്നോ ഇത് ആരാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യമേ. ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും കാണുന്ന ആളല്ല. തൊപ്പിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നേരത്തെ തൊട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല. ആദ്യ സമയത്തൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ആ സമയത്തൊന്നും ഞാൻ കാണുന്ന സമയത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് ഇങ്ങനെ ഞാൻ യാദൃശ്യമായിട്ട് ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അങ്ങനെ ഞങ്ങൾ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു മീറ്റപ്പാണ്. എവിടെ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നത്? അച്ചായൻ പറ. മിണ്ടരുത്. അങ്ങനല്ല, നിങ്ങൾക്ക് എവിടാന്ന് അറിഞ്ഞാ പോരെ, ഇപ്പൊ കറക്റ്റ് സ്ഥലവും സമയമൊക്കെ അറിയണം. അപ്പൊ അങ്ങനെ ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മള്
ഒരു ഹായ് ഹലോ അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലെ മിണ്ടരുത്. എങ്ങനെയായിരുന്നു ഇപ്പം ചങ്കല്ല, ചങ്കിന്റെ കുറച്ചും കൂടി അപ്പുറത്തേക്ക്. ഓക്കെ, ഞങ്ങള് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. നിങ്ങൾ മീഡിയക്കാര് പ്രതീക്ഷിച്ചല്ലേ പറ്റുള്ളൂ. നിങ്ങൾ പലതും പ്രതീക്ഷിക്കുക, അതാണല്ലോ നിങ്ങളുടെ കഴിവ്. അതായത് ശരിക്കും പറഞ്ഞാല് ആദ്യം നമ്മൾ തമ്മിൽ കാണുക, വർത്താനം പറയുക ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു നോർമൽ ടോക്കിൽ പോയിട്ട് പിന്നീട് ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ. നമ്മളെ ഇങ്ങനെ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. നമ്മൾ കടന്നു വരുന്ന ഓരോ സ്റ്റേജസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇരുന്ന സ്റ്റേജ്, ഞാൻ ആ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജ് അങ്ങനത്തെ ആയിരുന്നു. അപ്പം ഈ ആദർശ്യമായിട്ട് കണ്ടുമുട്ടി. അപ്പം നമ്മളിങ്ങനെ ഓപ്പണായിട്ട് തുറന്നു സംസാരിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കണക്ഷൻ വന്നു. അപ്പം ഞാൻ അപ്പം ചിന്തിച്ച എനിക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ അനുഭവിക്കുന്ന ഇനിയും ഉണ്ട് ആളുകൾ, അതുപോലെ ഉണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് ഇപ്പം ഓരോരുത്തരും കണ്ടില്ലേ, ഓരോ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ഓരോരുത്തർ ഓരോന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് സമയം കൊടുക്കുക. നമ്മളെക്കാട്ടിലും അനുഭവിക്കുന്നവരുണ്ടെന്ന് എനിക്ക് എൻ്റെ ഇതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. സംസാരിച്ചു അങ്ങനെയല്ല, ഇപ്പൊ അങ്ങനെ ഒരു തമാശ അല്ല, നമ്മൾ സംസാരിച്ച് ഭയങ്കര ഫണ്ണിയായിട്ടൊക്കെ തോന്നി. അങ്ങനെ ഒരു സംഭവമായിട്ടൊക്കെ തോന്നി. ഫൈനലി എന്നിട്ട് അങ്ങനെ ഒരു കുരിശായി. നമ്മളിങ്ങനെ എന്റെ അപ്പനെ വിളിക്കണ കുഞ്ഞുഞ്ഞെന്നാ, നാട്ടിൻപുറത്ത് വർഗീസ് എന്നുള്ള പേരിന്റെ കൂട്ടത്തിൽ കുഞ്ഞുഞ്ഞുണ്ട്. അവിടുത്തെ ലോക്കലുള്ള ആൾക്കാര് എന്നെ വിളിച്ചോണ്ടിരുന്ന കുഞ്ഞുഞ്ഞിന്റെ കുരിശേ, കുഞ്ഞുഞ്ഞിന്റെ കുരിശേന്ന്. ഇതിപ്പോ ഇവർക്ക് കൂടി കുരിശായിട്ട് സന്തോഷിക്കുന്നു. അങ്ങനെയല്ല, ഇപ്പം എന്താ പറയാ, മൊത്തത്തിലൊരു കുരിശ്, സത്യം പറഞ്ഞാൽ ഒരു കുരിശ് നമ്മൾ കൂടെ തന്നെ ഉണ്ട്. അതെ അതെ അതെ. എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു ജാങ്കോ സ്പേസ്. താങ്ക് യു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശരിക്കും അച്ചായൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ്? ആള് ഇപ്പം എല്ലാവരും പുറമേ പറയുന്നത് എൻ്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര കടുംപിടുത്തമുള്ള ആളാ, ഭയങ്കര പെണ്ണുപിടിയനാ. അല്ലല്ല, എന്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പെണ്ണുപിടിയനാ, ഈ പുള്ളി എന്ത് ക്യാരക്ടറാ, അങ്ങനെ പല 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 പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. തൊപ്പിയുടെ വാലെ തൂങ്ങി നടക്കുന്നവനാ, എങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വെറും പൊട്ടനാ, അടുത്തറിയുന്നവർക്ക്. അല്ലല്ല ശരിക്കും ആള് ശുദ്ധ മനസ്സാണ്. പറയും ഇങ്ങനെ ഇങ്ങനെ വാവിട്ട് സംസാരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും കൈയും കാണില്ല. ഞങ്ങൾ ഇന്നുവരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ എപ്പോ കണ്ടാലും ശത്രുക്കളാ. എപ്പോ കണ്ടാലും ഫോണിൽ കൂടെ സംസാരിച്ചാലും പറയും വെച്ചിട്ട് പോടാ, മറ്റേ അങ്ങനെ മറിച്ച് നല്ല സർപ്രൈസാ നമ്മൾ കൊണ്ടുവന്നത്. അതെ, നമ്മളിപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, വളരെ ക്ലോസ് ടു ഹാർട്ട് ഉണ്ട്. അവളുടെയും എൻ്റെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവര് ഇൻ കേസ് ഇപ്പൊ ഞാൻ പോയിട്ട് പറയുകയാണ് ജിനു ഞാനും കൂടി ഇന്ന് തല്ലടിച്ച് പറഞ്ഞാല് ഇല്ല, ഞാൻ പറഞ്ഞേക്ക് ആദ്യമൊക്കെ അമ്മ ഭയങ്കരമായിട്ട് സംസാരിക്കണം. ഇല്ല, അത് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ പോകെ എടാ ജിനു ഞാനും തമ്മിൽ തല്ലുപിടിച്ചെന്ന് പറഞ്ഞാൽ പോയ ആദ്യമൊക്കെ ഭയങ്കര ഇതായിട്ട് ആണോ ഞങ്ങൾ സംസാരിച്ചു നോക്കട്ടെ, എന്താ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് കാരണം എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ വലിയ പുച്ഛത്തോടൊക്കെ തള്ളി വിടും. എൻ്റെ അടുത്തോ പോകാൻ പറയാന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് സോൾവ് ആവും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കാണും, ഇങ്ങനെ ഭയങ്കര ചിരിച്ചും കളിച്ച് ഞങ്ങൾ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കാണും. കുറച്ച് ഇവരല്ലേ ഇത്രയും നേരം അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് സംസാരിക്കും, പറയും ദൈവത്തോർത്ത് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെ ഇടപെടാൻ നിർത്തരുത്, ഞങ്ങൾ പൊട്ടരാവുക എന്ന് പറയും. എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയി. ഇപ്പൊ ആരും മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങളെ എന്നുള്ളത്. എന്തായാലും അടിപൊളി. എവിടെ വീട് ജിനുവിന്റെ? എന്റെ വീട് തിരുവല്ലയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ എത്ര നാളായി നിങ്ങൾ നമ്മളൊരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്തു? ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പം ഞങ്ങൾ നേരത്തോട്ട് അറിയാവുന്നവരാണ്. പക്ഷെ നമ്മൾ അത്രയും ക്ലോസ് ഒക്കെ ആയിട്ട് ഒരു 1 year ആവുന്നു. 1 year ആവുന്നു. ഓക്കെ. അച്ചായൻ എന്ത് ഞാൻ പറയണ്ടേ? ഇല്ല, സത്യങ്ങളൊന്നും മൊത്തത്തിൽ ഞാൻ പറയത്തില്ല, പേടിക്കണ്ട. അച്ചായ അപ്പൊ സത്യങ്ങളൊക്കെ വേറെ ഉണ്ടോ? ഒരു ഇപ്പൊ പറഞ്ഞ ഹൈഡ് ചെയ്തതിൽ ഒരു കാര്യം പറയാമോ ഞങ്ങൾക്ക് വേണ്ടി? ഞാൻ മുമ്പത്തെ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല, പെണ്ണുപിടിയൻ. അത് ഹൈലൈറ്റ് ആണ്, എല്ലാവരുടെയും ഒരു ഇതാണ്. തമ്മനയിൽ കിട്ടിയോ അച്ചായൻ പെണ്ണുപിടിയനോ?
പെണ്ണുപിടിയന് ഭയങ്കര 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 ആളാണ്, എന്തൊക്കെയോ ആണ്, വലിയ ഗുണ്ടയാണ്, ഭയങ്കര അതാ ഞാൻ പറഞ്ഞ ഗുണ്ടാ തലവനാണ്, എന്തിന്റെയൊക്കെ എറണാകുളത്തെ ഗുണ്ടാ തലവനാണ് എന്നൊക്കെയുള്ള ഒരു പേര്. വീട്ടിലുള്ള ആൾക്കാർ അങ്ങനെയല്ല, മൊത്തത്തിലൊരു സംസാരമാണ്. പക്ഷേ പേരുണ്ട്, പേരിങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം അയ്യോ ഇങ്ങനെ തോന്നും. പക്ഷേ ആള് എനിക്ക് സംസാരിച്ചിടത്തോളം തോന്നിയിട്ടുള്ളത് ജെന്യൂനാണ്. ഇങ്ങനെ വാവിട്ട് സംസാരിക്കുന്നേ ഉള്ളൂ ആള്. പിന്നെ കൂട്ട നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നമ്മളൊന്ന് ഏതൊരു വിഷമത്തിലും വിളിച്ചാൽ അച്ചായ ഇങ്ങനൊരു സംഭവം ഉണ്ട് അച്ഛാ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിയുടെ ഇല്ലെങ്കിൽ പോലും അത് നമുക്ക് എങ്ങനെങ്കിലും അത് ഒപ്പിച്ച് തരും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, മനസ്സിലായി. പുള്ളിയുടെ കാര്യം മാത്രം പുള്ളി നോക്കില്ല, ചുറ്റുമുള്ളവരെ എങ്ങനെ സേഫ് ആക്കാം, അത് സത്യമാണ്. ചുറ്റുമുള്ളവരെ എങ്ങനെ സേഫ് ആക്കാം എന്നാണ് പുള്ളി ശ്രമിക്കുന്നത്. ചിലപ്പം കുറെയൊക്കെ പുള്ളിയുടെ പരാജയം അതൊക്കെ തന്നെയാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, കുറെയൊക്കെ നമ്മുടെ കൂടെ ശ്രദ്ധിക്കണമല്ലോ, എന്നാലല്ലേ നമുക്കൊരു ഒരുപാട് സമയങ്ങൾ. അതെ, അങ്ങനെ ഇപ്പം അച്ചായൻ തന്നെ പറഞ്ഞല്ലോ, അപ്പൊ ഇങ്ങനെയാണ് അച്ചായൻ തന്നെ പറഞ്ഞു, അച്ചായന്റെ ഡ്രീം അതാണ്, ഇങ്ങനെ ഇറങ്ങണം അങ്ങനെ ഇറങ്ങണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നല്ലതായിരിക്കും. കുറെ ഓപ്ഷൻ അതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, അത് എപ്പോ എടുക്കും എടുക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല. പറയുന്നതെല്ലാം കേൾക്കാനുള്ള ഒരു മനസ്സ് അതുണ്ട്. പക്ഷെ പ്രാവർത്തികമാക്കത്തില്ല. ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല ലിസണർ ആണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ നല്ല പാട്ട് പറഞ്ഞ ആരാ കേൾക്കാതിരിക്കുന്നത്? അല്ല, നല്ല സത്യം പറഞ്ഞ ഞാൻ അവളോട് അപേക്ഷിക്കുന്ന ഒരു കാര്യം, അത് ഭൂകമ്പം ആയിരിക്കും അവിടെ. ഞാൻ നല്ല ഒച്ചത്തിൽ അതെന്നെ എപ്പോഴും അവിടെ അതെ ഞങ്ങളുടെ അവിടേക്ക് ഇങ്ങനെയാ പറയാറുള്ളത്. നിങ്ങളുടെ അവിടെ എങ്ങനെയാ പറയുന്നത് എനിക്കറിയില്ല. നമ്മളൊക്കെ ഭൂകമ്പം എന്ന് പറയാറ്, ഇവള് പറയുമ്പോ അത്ര ഭൂകമ്പം. ഞാൻ ഇനി സൂക്ഷിച്ചേ സംസാരിക്കുള്ളൂ. എന്നെ എവിടെ നാണം കെടുത്താവോ അതിനൊക്കെ ഞാൻ എന്റെ നമ്മളിവളെ ഒരിക്കലും ഒരു സ്ഥലത്തും കുറച്ച് കാണിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാന് ആരുടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ, അതായത് വേറെ പുറത്താരോടല്ല, ഇവളുടെ തന്നെ വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് എൻ്റെ പേഴ്സണൽ ടോക്സ് ഉണ്ടായ സമയത്ത് ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു അത് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ പുള്ളി മെൻ്റലി എന്തോ അത് കുറച്ച് പ്രോബ്ലം ആയിട്ട് അത് അങ്ങനെ വീട്ടുകാരെ വിളിച്ച് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. അത് എനിക്കും പേഴ്സണലി പ്രശ്നം ഉണ്ടായി. അത് വലിയൊരു വിഷയമായിരുന്നു. വിഷയമെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ വീടെന്നൊക്കെ പറയുമ്പം ഇട്ടാവട്ടെ എന്ന് പറയുമ്പം അറിയാമല്ലോ, നാട്ടിൻ പുറത്തെ ആ ഒരു രീതികളാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അവരൊന്നും ചിന്തിക്കണമെന്നില്ല. ഇപ്പം അവർ കാണുമ്പം ഇങ്ങനെയാണോ അങ്ങനെയാണോ അത് കണ്ടോ ഇത് കണ്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പുള്ളി ആ ഒരു ദേഷ്യത്തെ എടുത്ത് കാണിച്ചു. പക്ഷെ എനിക്കറിയാം എന്തിനാണ് പുള്ളി അങ്ങനെ ചെയ്തു എന്നുള്ളത്. പക്ഷെ മറ്റുള്ളവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ആരോടും വെറുപ്പ് അല്ല, അത് കാരണം ഞാൻ കുറെ എനിക്ക് വിഷമമുണ്ട്, പേഴ്സണലി എനിക്ക് വിഷമമുണ്ടായ ഒരു കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനത് ഒന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല. എന്നെ ഇപ്പൊ ദോഷം ചെയ്ത ആളെന്ന് പറഞ്ഞാലും ഞാൻ ചിന്തിക്കുന്നത് വിട്ടുകളാ, സാഹചര്യം. ചിലപ്പോ ഞാൻ പറയട്ടെ, അതല്ല ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി എന്നല്ല, എനിക്ക് പേഴ്സണലി മൊത്തത്തില് എനിക്ക് പല ഇപ്പം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും മൊത്തം ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. തീർച്ചയായിട്ടും എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, മനസ്സിലായില്ലേ? അല്ല ഞാൻ പറയട്ടെ, പ്രശ്നമല്ല എന്നുള്ളത് ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും ആ ഡയലോഗ് വന്നില്ലല്ലോ എന്ന് പറയും. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളെ കാണുള്ളൂ, ആരും കാണില്ല നമുക്ക്. ഈ നമ്മുടെ തൊപ്പി ഫാമിലിയില് ജിനു കൂടി അംഗമാണോ? ഇല്ല, നമ്മള് ഫ്രണ്ട്സ് ആണ്, അറിയാം. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല. ഇല്ല, അങ്ങോട്ട് വന്നിട്ടില്ല. ഈ ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ച് അച്ചായനോട് എന്താ പറയാറുള്ളത്? നല്ല ഉപദേശം കൊടുക്കാറുണ്ട്. ഏത് അവരുടെ ആ ഒരു ഗ്യാങ്ങിനെ കുറിച്ച്, ഈ പ്രോഗ്രാമിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് എന്താ പറയാറ്?
നല്ലത് മാത്രം പറയണേ. ഇല്ല 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 ഇല്ല. അച്ചായ മിണ്ടരുതട്ടാ. അല്ല, ഞാൻ പറയുന്നത് ജെന്യൂൻ ആയിട്ടേ പറയത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മമ്മൂന്റെ കുറച്ചൊരു വാക്കുകൾ അതിര് വിട്ടായിട്ട് വന്ന് എനിക്ക് പേഴ്സണലി നമ്മൾ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഓപ്പണായിട്ട് അച്ചായനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നിയന്ത്രിച്ച കൊള്ളാം. ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ല, അത് അച്ചായൻ പറഞ്ഞിട്ടുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ല, നമുക്കിപ്പം ബ്രോ ആണെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പറയാനുള്ളത് പറയാന്നുള്ളത്, അത് കേൾക്കാതിരിക്കാൻ അവരുടെ ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. അതെനിക്കൊരു കാരണം ഇത്രയും കാണുന്നല്ലേ, നമുക്കൊന്നും കേട്ടപ്പം അയ്യോ അവന്റെ വായിന്ന് ഇങ്ങനെ വരുന്നല്ലോ എന്നുള്ളൊരു ഫീൽ. ഇവള് അവനെ കണ്ടപ്പോഴത്തേക്ക് അവന്റെ ഏജും എനിക്ക് പേഴ്സണലി അറിയുന്നത് കൊണ്ടാണ്. ആ ചേച്ചി എന്നുള്ള വിളിയൊക്കെ വരുമ്പത്തേക്ക് അവന്റെ വായിന്ന് ഇങ്ങനെ അയ്യോ ഇവനിങ്ങനെ വിളിച്ചോ എന്നുള്ളൊരു ഫീൽ. ഉറപ്പായിട്ടും ചേച്ചി എന്നുള്ള വിളിയാണ്. അത്രേ ഉള്ളൂ. ചേച്ചി എന്തോ ക്യാരക്ടർ വൈസ് നമ്മൾ ആരെയും മാറ്റാൻ പറ്റൂല. അവര് അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവനിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും. നമ്മളെ പോലെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും. ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയ വാക്കുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് ഞാൻ പേഴ്സണലി അവനോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ അവനെ അന്നും കാണുമ്പോഴും മോനേടാ എന്റെ അനിയനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ അതെ അതെ ഞാൻ അത്ര സംസാരിച്ചു. അച്ചായന്റെ ഏറ്റവും വലിയൊരു കഴിവെന്താ? പുള്ളിക്ക് കഴിവുണ്ടോ? ഉണ്ടോ? അതൊന്ന് കട്ടാക്കണേ. പുള്ളിയുടെ വേറെ പല പല കഴിവുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കണ്ടത് വെച്ച് നോക്കുവാണെങ്കിൽ പാട്ട് പാടും. അതിലേക്കാണ് നമ്മൾ കിടക്കാൻ. പിന്നെ എഴുതും, നന്നായിട്ട് പാട്ട് എഴുതും. ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞു മടുത്ത് എങ്ങനെയും ചെയ്യ്, കാരണം അത്ര അടിപൊളിയാ. പക്ഷേ ആ പാട്ട് ആരെ കുറിച്ച് എഴുതിയത്? ഒരു പ്രണയം നഷ്ടപ്പെട്ട ഒരാളുടെ എഴുത്താണ്. ഒരു പ്രണയം ഉണ്ടായിരുന്ന ഒരാളുടെ നഷ്ടപ്രണയത്തെ കുറിച്ചുള്ള എഴുത്താണ്. കണ്ടുമുട്ടിയതും കടന്നുപോയതും പിന്നെ എന്തിനായിരുന്നു എന്നെ പ്രണയിച്ചു എന്നൊക്കെ ഉള്ള ചോദ്യം ഉത്തരവൊക്കെ ചോദിക്കും. ഒന്ന് നമുക്ക് വേണ്ടിട്ട് പാടാമോ? പിരിയാനായിരുന്നെങ്കിലെന്തിനാ പ്രണയം കൊണ്ടെന്നെ പിടിച്ചുലച്ചു, പിരിയാനായിരുന്നെങ്കിലെന്തിനാ പ്രണയം കൊണ്ടെന്നെ പിടിച്ചുലച്ചു, പാതി വഴിയിലിട്ടു പോയതാ മനസ്സിന് പാരിലെ വേദനയാകെ തന്നു, നീയാ പാരിലെ വേദനയാകെ തന്നു. നമുക്കത് കേൾക്കുമ്പോൾ നല്ല ഫീൽ വരും. ഇത് ബാക്കിയും കൂടെ ഉണ്ട്. പാടുന്നുണ്ട് കേട്ടോ, നല്ലായിട്ട് പാടും. സകലകലാ വല്ലഭൻ. എന്നിട്ടാണോ കഴിവില്ലെന്ന് പറഞ്ഞത്? അതെ, അത് നമ്മള് ഇങ്ങനെ തമാശക്കാക്കുന്ന. പക്ഷെ ഞാൻ എപ്പോഴും ഒരു പറയാറുണ്ട്, ഇന്നല്ലേ നാളെ നമ്മുടെ സമയം വരും, നമ്മുടെ സമയം വരും. അതെ, എന്തായാലും അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ആ വരവ് ഒറ്റൊരു വരവായിരിക്കും. അതെ അതെ, അത് ശരിയാ. അച്ചായൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫിൽ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അച്ചായന് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പുള്ള അച്ചായൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലൈഫിൽ. തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ പലതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടേണ്ടതായിട്ട് ഒരുപാട് സംഭവങ്ങളും കൂടിയുണ്ട്. അതെല്ലാം നമുക്ക് ഓൺ ദ വേ എല്ലാം ഈ വഴിയെ കിട്ടും. എന്തായാലും പ്രായം പറഞ്ഞിട്ടൊന്നും ആരും അച്ചായനെ താത്തി പറയൂല. 28 വയസ്സിൽ വലിയ പ്രായമായിട്ട് എത്ര? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു, നീ റിപ്പീറ്റ് ചെയ്യില്ല കാര്യം. വയസ്സ് തുറന്നു ഒന്ന് നോക്കിയാൽ മതി. തൊട്ടടുത്തിരിക്കുന്ന ആരാന്ന് നോയിക്കോട്ടെ, വിളിച്ചു പറയും. എന്ത് പറഞ്ഞാലും തിരുത്തി പറയാൻ പ്രേരിപ്പിക്കരുത്, ഞാൻ പറയും. നല്ലൊരു സപ്പോർട്ടറാണ് ശരിക്കും പറഞ്ഞു. ഏത് സമയത്തും ചട്ടിയും കല്ലൊക്കെ ആകുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. പക്ഷെ ഇത് അണ്ടാവായതുകൊണ്ട് തട്ടി കഴിഞ്ഞാൽ മുട്ടി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. നല്ലൊരു ബോണ്ടിങ് ഉറപ്പായിട്ടും. പക്ഷെ അത് കൂടിയാൽ വയലിന്റെ എന്താണെങ്കിലും പറഞ്ഞ സ്ഥലത്ത് നിർത്തും ഞാൻ. ആര്? അവള് പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ ഇല്ലടാ. ഏറ്റവും വയലന്റ് പീക്ക് സ്റ്റേജിൽ എന്താണ് കാണിക്കുക? അയ്യോ ഭയങ്കര. പക്ഷേ
എനിക്ക് ഇവളുടെ മീറ്റർ അറിയാവുന്നതുകൊണ്ട് ആ, അതായത് നമ്മള് എവിടം വരെ പോകും ബാലൻസ് എന്നറിയാം. ചെയ്യിപ്പിക്കും. ആ. ആദ്യമൊക്കെ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടല്ലോ. വിശന്നാ തീർന്നു, അവിടെ പിണക്ക് തീരും. ആണോ? ഞാൻ പിടിച്ചിരിക്കത്തില്ല. ഇവള് തന്നെത്താനെയൊക്കെ ഭക്ഷണം വിളമ്പി തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തീർന്നു. ആ. പിന്നെ നോ ചാൻസ് ടു കോംപ്രമൈസ്. അയ്യോ, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ ദിവസം ഞാൻ സമാധാനം ദൈവവേശക്കാതെ വിളിക്കും. അല്ല നമുക്ക് മറ്റേ ലെമൺ റൈസ് കഴിക്കണ്ടേ അല്ലെങ്കിൽ ചിക്കൻ റൈസ് കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അപ്പൊ വിളിച്ചു ചോദിക്കും, പിണക്ക് മാറ്റണോ, ഇങ്ങനെ പിണക്കുള്ള ദിവസം ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, എന്നാ ശരി, ഇന്നത്തെ കഴിഞ്ഞ് എനിക്ക് വിശക്കുന്നോണ്ട് ഞാൻ വരാം. ക്ഷമിച്ചേക്കുന്നു. കറക്റ്റ് അറിയാം പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ എന്തായാലും ഞങ്ങള് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും അടുത്തറിയുന്ന രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് അങ്ങനെ ഭാഗ്യം ചെയ്തവർക്ക് അങ്ങനെ കിട്ടുള്ളൂ. നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ഒരുമിച്ച്. ആ യാത്രയുടെ ഈയിടെ കാര്യം നമ്മള് ഞാൻ ഈയിടെ ഞങ്ങള് വയനാട് പോയത്. ഞാൻ സാഹിത്യകമായി സാഹിത്യകരമായിട്ട് ഞാൻ ഞങ്ങളുടെ പറഞ്ഞു. അടുത്ത് അതൊന്നും കേൾക്കത്തില്ല. എന്തൊരു കഴിഞ്ഞ ഡയലോഗിൽ തന്നെ ഞാൻ ക്രോസ് ചെയ്യാനിരുന്ന, പക്ഷെ അത് പൊളിക്കണ്ട. ഈ എന്താ നിങ്ങൾ അങ്ങോട്ട് 10 വർഷത്തിന് മുമ്പുള്ള അച്ചായൻ ഇപ്പൊ വ്യത്യാസം, ഇടയ്ക്കൊക്കെ 2 നേരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യം. അല്ലേ? എന്തായാലും രണ്ടിനെ എഴുതി പറയുമ്പോൾ സൂക്ഷിക്കണം. എന്തായാലും വളരെ വളരെ സന്തോഷം. ഇനി എനിക്കൊന്നും പറയാം. എനിക്ക് പറയാനുള്ള ആൾക്കാരും കണ്ണു നിൽക്കരുത്, ഞങ്ങൾ ചിരിച്ചു വെക്കോട്ടെ. അതെ അതെ അച്ഛാ ധൈര്യമായിട്ട്. എങ്ങനെ തീരുമാനിക്കാം, പരിഗണിക്കാം. തീരുമാനിച്ചിട്ടില്ലേ? ഇല്ല, നമുക്ക് അച്ഛാ സമയം ഫുഡ് മേടിച്ചോണ്ട് കിടക്കല്ലേ. കൊണ്ടുവന്ന്. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങല്ലേ, ഇത് 2 ഷവർമേല് തീരാവുന്ന കേസ്. തീരില്ല, റൈസും വേണം. പ്രൈസും വേണം. അച്ഛനറിയാം എന്ത് കൊടുക്കുക, എന്താ വേണ്ടത്. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും നമുക്ക് വളരെ കുറച്ച് നേരമാണെങ്കിലും, കുറച്ചല്ല ഞാൻ ഭയങ്കര സർപ്രൈസിലാണ്. ഇവിടെ അപ്പൻ ആശുപത്രിയിൽ അഡ്മിറ്റാ. അതെ അതെ. ഞങ്ങൾ വിളിക്കുമ്പോ ആദ്യം എത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞേ. പിന്നെ ഞങ്ങള് എങ്ങനെയെങ്കിലും ഒക്കെ എത്തണം എന്ന് പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ട ഞങ്ങൾ തപ്പി. പക്ഷെ ഞാൻ വിചാരിച്ചത് ഹായ് വാവ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അച്ഛൻ ഇതാണോ സർപ്രൈസ്? അതാ ഞാൻ വന്നപ്പോഴേ പറഞ്ഞ, എന്താ പുള്ളിയുടെ രീതി അതാണ്. ഇവളെന്തോ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരിക്കലും അല്ല. പക്ഷെ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. പക്ഷെ ഞാനത് കാണിച്ചില്ല. അഭിനയ മികവുകളൊക്കെ അടവുകളൊക്കെ പുറത്തിറക്കേണ്ടത് പലതും ഇപ്പൊ ഒന്ന് കിട്ടിയ ചാൻസ് ആയിരുന്നു, അത് കളഞ്ഞേ. സിനിമ. ഞാൻ വന്നപ്പോ ശരിയായിരുന്നു. എതാ പറഞ്ഞേ, വേണ്ടടത്ത് ഒന്നും കാണിക്കില്ല. പിന്നെ എങ്ങനെ ചാൻസ് കിട്ടും? നിങ്ങൾ തന്നെ പറ, എങ്ങനെ കിട്ടും? ശരിയാക്കി അച്ഛന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ ഒരു സിനിമയിൽ നായകനാക്കണേ, ഇപ്പൊ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് പടത്തിലായിരിക്കും അച്ഛൻ മാച്ച് ആവുക? നായകനാക്കണെങ്കിൽ നായകനാക്കണേ എനിക്ക് കുറച്ചുകൂടെ തോന്നിയിട്ടുള്ളത് വില്ലൻ ക്യാരക്ടറാണ്. വില്ലൻ ആണെങ്കിൽ അന്ന് ഏത് പടത്തിലായിരിക്കും? ഇപ്പൊ ഇറങ്ങിയ പടത്തിനകത്ത് എനിക്ക് തോന്നുന്നു ബാഹുബലി. ഇപ്പൊ ഇറങ്ങിയാണോ? പറയല്ലേ, ഇറങ്ങിയ പടങ്ങൾ പുഷ്പയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുഷ്പക്കകത്തല്ലേ? ഇരിക്കട്ടെ, കുറച്ച് തള്ളു. മോതിരം കൊണ്ട് കാരണം 3 ഇറങ്ങാനുണ്ട്. ഞാൻ ഭയങ്കര ഡ്രീമാണ് കേട്ടോ പുഷ്പ ഡയറക്ടർ കാണാണെങ്കിൽ. ഈയിടെ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഒരു കാര്യമുണ്ട് അത്യാവശ്യം. എന്താ? പുഷ്പ 3 നിന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ ആരെ? എന്നെ. ഞാൻ പറഞ്ഞ ഒരിതല്ലാത്ത എന്നെ വലിയ ആളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി ശരി. ഞാൻ പറയാം ആരും നിങ്ങൾ പോയി എവിടെ ചാൻസ് വായിച്ചിട്ട് എന്നെ വിളിക്ക്. അല്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറയണം. അത് കഴിയാറായില്ലേ? ഇവളെ വിളിച്ചപ്പോ ഇവള് ഭയങ്കര രീതിയിൽ ആക്ഷൻ, ഭയങ്കര അഭിനയ അപ്പുറത്തും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായി. എന്തോ വീട്ടിൽ ഭയങ്കര ജോലി ചെയ്തിട്ട് കഥച്ച് അത് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീൻ അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നെ പുഷ്പ 3 വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, അതിനൊരു കൊട്ട കൊടുത്തു. അല്ല, എനിക്ക് ആക്കി തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോഴേ ഞാൻ പറഞ്ഞു, ആദ്യമേ നിങ്ങൾ എവിടെയെങ്കിലും പോയി ചാൻസ് എടുക്കണേ, എന്നിട്ട് എന്നെ പോയി ആക്കാൻ. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അച്ചായനെ ഞങ്ങൾ അടുത്ത് തന്നെ കാണും. ഉറപ്പായിട്ടും വലിയ സ്ക്രീനിൽ എത്തപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ പിന്നെ ഞാൻ ഈ മലയാള സിനിമയിലുള്ള മഹാരഥന്മാരോട് പറയാനുള്ള എൻ്റെ ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മച്ചിക്ക് ഇപ്പൊ 82-83 വയസ്സ് പ്രായമായി. അത് ജീവനോടെ ഇരിക്കുമ്പോ എന്നെ വലിയ സ്ക്രീനിൽ ഭയങ്കര ഡ്രീം. ഈയിടെ എന്നോട് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ എന്തോ സംഭവം ഇങ്ങനെ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്നാടി ഇവനെ ഞാനൊന്ന് ഇങ്ങനെ കാണുന്നേ എന്നോട്. എനിക്ക് പേഴ്സണലി എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കതൊരു ഫീൽ ചെയ്തു. കാരണം ഒരമ്മയുടെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ അവരെത്രത്തോളം ഈ മകനെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം.
പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ എന്ന് പറയുന്ന ശത്രുക്കൾക്കിടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി കളഞ്ഞിട്ട് വന്ന മണ്ടനെന്നോ പൊട്ടനെന്നോ സിനിമയിലൊന്നും എത്തിപ്പെടാനായില്ല. എന്നിട്ട് ഇപ്പൊ തൊപ്പിയുടെ കൊടുത്ത് കോപ്പറായം കാണിച്ച് നടക്കണു, ഇവൻ എന്തിന്റെ പണിയാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സ്വന്തക്കാർ തന്നെ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കമന്റ്സ് അതൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഒരു സ്റ്റെപ്പ് കിട്ടണം. നമുക്കൊരു നല്ല രീതിക്ക് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വരും അച്ചായ. എന്തായാലും അച്ചായന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കൂടെ ഉണ്ട്. എല്ലാവരും, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കൂടെ. അമ്മ കൂടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ശക്തി. അത് ഡബിൾ ശക്തിയില്ലേ? ഉണ്ട്. അതായത് പ്ലസും മൈനസും. അതാണ് ഇവളുടെ പ്രത്യേകത. ഈ നമ്മൾ ഇഞ്ചി മിഠായി കഴിക്കുമ്പോൾ മധുരവും എരിവും ഒക്കെ ഉള്ള പോലെ ആ ഒരു സെറ്റപ്പാണ്. ഞാനിങ്ങനെ ഒന്നും ഇതാക്കി വെക്കില്ല, പറയാനുള്ളത് മുഖത്ത്. പിന്നെ തിരുവല്ലക്കാരത്തി അച്ചായത്തി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ പവർ ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ടുണ്ട്. അത് ഈ എറണാകുളം പോലെ ശാരീരികമായും ഇവളുടെ വീട്ടുപേര് കാര്യങ്ങളൊക്കെ ഇവൾ എടുത്തു പറഞ്ഞിട്ട് അയ്യോ വേണ്ട പറയും. ആ വീട്ടുപേരെന്തായിരുന്നു? ഞങ്ങൾ ഇന്ന മറ്റേതാ പേര് കൂട്ടിട്ട് തറവാട്ടിലെ അന്ന് പറഞ്ഞിട്ട് പറയും, ഞങ്ങളൊക്കെ അവിടെ അങ്ങ് അന്വേഷിച്ചാ മതി, ഞങ്ങൾ അവിടുത്തെ പഴയ പേര് കേട്ട ആന ചേന കോന എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കും. ഞാൻ പേടിക്കുവേ. അതിനകത്തൊരാക്കലുണ്ടേ അല്ല അല്ല, ഞാനൊരു കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും കളിക്കുന്ന ആളല്ല, ഞാനായിട്ടേ വരുള്ളൂ. ഓക്കെ, മറ്റേ ഡയലോഗ്. അപ്പൊ ഞാനിവിടെ ഒരു തോക്കുമായിട്ടൊന്നും വെടിവെച്ചാൽ പിന്നെ കേട്ടോണം, നാളെ ഞാൻ ചത്താൽ ഉത്തരവാദി. സുഹൃത്തുക്കളെ, അപ്പൊ നമുക്കൊരു ഇത് കിട്ടിയിരിക്കുകയാണ്. നാളെ ജിനു വലിച്ചു അച്ചായനായിരിക്കും ഉത്തരവാദി എന്ന് പറയുന്നത്. എന്തായാലും അച്ചായ തീരുമാനമാക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ടും. ഞാൻ ആലോചിച്ചിട്ട് അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷമായിട്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും നിക്കില്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ക്യാമറ കൊണ്ട് ഇവിടെ ലോഡ്. ശരിക്ക് എന്താണ് അച്ചായന്ന്, ആരാണ് അച്ചായൻ എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. സുപ്രഭാതത്തില് തൊപ്പിയുടെ ഇതിൽ ചോദ്യം ചോദിച്ചത് ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? തമാശക്ക് എന്നെ ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. അയാൾ ആരാന്ന് ചോദിച്ച ചോദ്യത്തിലാണ് വളരെ സുപ്രസിദ്ധവും ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. മനസ്സിലായി. ഒരു BM-ന്റെ അത് അച്ചായ, അതെന്തായിരുന്നു ആ സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ വ്യക്തിയെ എന്ത് കണ്ടാലും ആഗ്രഹിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുണ്ടാവും ചില സമയത്ത്. അവൾ എത്ര മെച്ചൂടാന്ന് പറഞ്ഞാലും സത്യസന്ധമായിട്ട് അവനത് ആഗ്രഹിച്ചു. ഞാനപ്പൊ തന്നെ പറഞ്ഞു വേണ്ട, പുറകെ പറയുന്നുണ്ട് പോയി ചോദിക്കേണ്ട, അത് കിട്ടൂല എന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു ഒരു വൈബ് കിട്ടും. അതുപോലെ തന്നെ കിട്ടിയില്ല. കിട്ടാത്തപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വിളിച്ചുകൊണ്ട് പോരുമ്പോഴത്തേക്ക് ആ സ്റ്റേജ് കട്ട് ചെയ്യണതിന് തൊട്ട് മുമ്പ് ഒരു ബാക്ക് ഷോട്ട് ഉണ്ട് അതിനകത്ത്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡിവിജ്വലിനെ എനിക്ക് അറിഞ്ഞുകൂടാ, സീരിയസ്ലി എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇവൻ എനിക്ക് പരിചയപ്പെടുത്തുന്നിട്ടുള്ള ഓരോരുത്തരും മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ഈ പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളിരിക്കുന്നു, തൊട്ടപ്പുറത്ത് ഒരാളിരിക്കുന്നു. ഞാനും തൊപ്പിയും എന്നുള്ള ലെവലിൽ മാത്രമാണ് ഞാനതിനെ കാണുന്നത്. തൊപ്പി ചിലപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കും, ഞാൻ സൈഡ് സീറ്റിലിരിക്കും. ഞാൻ ചിലപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കും, അവൻ സൈഡ് സീറ്റിലിരിക്കും, ഫ്രണ്ടിലത്തെ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന ആളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്യണ്ട. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് ഡൗട്ട് അടിച്ചു, ഇതിൽ ഇപ്പുറത്തിരിക്കണതാണോ അപ്പുറത്തിരിക്കണതാണോ. ഞാൻ നടത്തി നിന്നിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മൈക്രോഫോൺ ഇരിക്കണ കാര്യം മമ്മൂന് വെച്ചു കൊടുത്ത മൈക്രോഫോണാണ്. അവൻ അപ്പിടാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ മൈക്രോഫോൺ എടുത്ത് എൻ്റെ കയ്യിൽ കുത്തിയത് ഞാൻ മറന്നുപോയി. എന്നിട്ടാണ് ഇവനോട് ചെന്നിട്ട് ഞാൻ പേര് ചോദിക്കണം, പേരെന്താ. അപ്പം അത് അവനേക്കാൾ കൂടുതൽ തൊട്ടടുത്തിരുന്ന ആൾക്ക് ഹേർട്ടായി. സത്യസന്ധമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞാൽ വീട് എവിടാന്ന് ചോദിച്ചു. നോർമൽ ടോക്ക്. എന്നിട്ട് ഞാൻ അവിടുന്ന് വേറെ ആളുടെ അകത്തേക്ക് കയറുന്ന പാസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടേ. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് അവൻ വണ്ടി ചോദിച്ചു കൊടുക്കാതെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇയാൾ ആരാ എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള ഇൻറ്റൻഷൻ കിട്ടി. അപ്പം ശരിക്കും അതെനിക്ക് ഇയാൾ ആരാ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഞാനതിന് അന്ന് കൊടുത്ത മറുപടി വളരെ മനോഹരമായിരുന്നു. അതിന് ഒത്തിരി പേര് കമന്റ് ഒക്കെ ഇട്ടു. അച്ചായൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവിടെ പ്ലേ ചെയ്തത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല. അച്ചായൻ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ രീതിക്ക് അച്ചായൻ കുറച്ച് ഓവറായി പ്രതികരിച്ചു. പിന്നീട് അതിന്റെ കണ്ടിന്യൂറ്റി പോയി. പിന്നെ ഇടയ്ക്ക് തൊപ്പി വന്ന് സംഭവങ്ങൾ സോൾവ് ആക്കി വിട്ടു.
ഒരുപാട് പേര് അത് ഏറ്റെടുത്ത് റിയാക്ട് ചെയ്തു, കുറെ പേര് അങ്ങനെ അങ്ങനെ അതുകൊണ്ട് എത്രയോ പേര് കാശുകാരായി. അതെ, ഈഗിൾ ബ്രോ, പിന്നെ സീക്രട്ട് ഞാൻ പറഞ്ഞേ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പൊ പറയുന്നതേ ഉള്ളൂ, പിന്നീട് അത് മനസ്സിലില്ല. ഓക്കെ, അപ്പൊ റിയാക്ട് ചെയ്യും. പക്ഷെ അതെന്ന് വെച്ചാൽ അവന് വേണ്ടി, നിഹാദിന് വേണ്ടിയിട്ട് പുള്ളി ആ ഒരു ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് സംഭവം. അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് നീ പറയണത്. ഞാനും ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങക്ക് നാണമില്ലായിരുന്നോ, നിങ്ങൾ ആവശ്യമില്ലാത്തതിനെല്ലാം പോയി തലയിടും. അല്ല ശരിക്കും അത് അവിടെ ഞാൻ ആവശ്യമില്ലാത്തതിനല്ല തലയിട്ടത്. ശരിക്ക് തൊപ്പി അതിൽ ഇടപെട്ടപ്പോ ആ ടൈമില് തൊപ്പിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അച്ഛൻ അത് ഹേർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അത് ഡെഫിനിഷൻ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ. ചിലര് ഞങ്ങള് മറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ കുറിച്ച് ചോദിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അവരോടൊക്കെ ഉള്ള മറുപടിയായിട്ട് നമുക്കൊരാളെ സഹോദരനായിട്ട് ഉള്ളിൽ കാണാം, അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് കാണാം. അതിന്റെ ഏറ്റവും പീക്കിൽ എത്തുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന് പ്രതികരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ശരിക്കും ഈ ഇഷ്യൂല് ശരിക്കും ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് അച്ഛന് തോന്നിയേക്കും? ഒരു സാധനം, എൻ്റെ സ്വന്തം സാധനം ഞാൻ നിങ്ങൾക്ക് തരണോ വേണ്ടോ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും മുൻകാലങ്ങളിൽ പല സഹായങ്ങളും ചെയ്തിട്ടുള്ള ഒരാൾ, മുൻപേ പരിചയമുള്ള ഒരാൾ എന്നുള്ളൊക്കെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഗ്രാഫ് എത്രത്തോളം സെമി ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ക്ലോസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിൽ വെച്ചിട്ട് തരികയാണെങ്കിൽ ഇതാ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അറിയാൻ പറ്റും ഇത് ലൈവാണ്, അല്ലെങ്കിൽ ഇത് ഒരു വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ ആ ആളിൻ്റെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഇതാണ്ട് നീ വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് അവിടം വരെ ഒന്ന് ഉരുട്ടിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ്. കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നുള്ള 100% അയാളുടെ മാത്രം അതോറിറ്റിയാണ്, വേണം അല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു. പക്ഷെ അവനെന്താ അവനിപ്പോ പുതിയ ഒരെണ്ണം എടുത്തല്ലോ, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ എടുത്ത് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു. പോരെ, ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളാണ് ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്നത്. പല കാര്യങ്ങളും നമ്മൾ പോലും ചിന്തിക്കാതെ കയ്യിൽ പോകുന്ന സിറ്റുവേഷനുകൾ ഉണ്ടാവുന്നത്. അപ്പൊ എന്തായാലും രണ്ടുപേരോടും അച്ചായ, ജിനു, എന്തായാലും വളരെ വളരെ സന്തോഷം നമ്മുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ എത്തിയതിൽ. ഒരുപാട് ചിരിച്ചു കേട്ടോ, ഒരുപാട് ഇങ്ങനെയൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം, അത് ഞങ്ങളുടെ ജോലി. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അച്ചായ. ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. വിചാരിച്ച പോലെ സിനിമയിൽ വലിയൊരു സ്പേസ് കിട്ടട്ടെ. ജാങ്കോ സ്പേസിൽ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ആ സ്പേസ് കിട്ടട്ടെ, എത്രയും പെട്ടെന്ന് തുടക്കമാവട്ടെ. എല്ലാരും എന്നെ കുറിച്ച് മനസ്സിലാക്കുക, അതേപോലെ ഇതാണ്. ഓക്കെ, താങ്ക് യു അച്ചായ, താങ്ക് യു സോ മച്ച്.